ഡ്യൂട്ടി സമയത്ത് സ്വപ്പം മദ്യപിച്ച് മയങ്ങിപ്പോയതിന് എനിക്ക് സസ്പെൻഷൻ. പകൽ സമയത്ത് നിന്നെ കത്തിച്ചിട്ടതിന് ഏത് തെണ്ടിയെ സസ്പെൻഡ് ചെയ്യണം? ഇതിലാർക്കും പരാതിയില്ല. എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്. നീ ഇങ്ങനെ മാനമുട്ട ഞെളിഞ്ഞൊന്ന് എന്നെ നോക്കി കൊതിപ്പിക്കാനടി എന്റെ പൊന്ന് വാട്ടർ ടാങ്ക്. എവിടെ നിന്റെ പുതിയ ടെമ്പററി പമ്പ് ഓപ്പറേറ്റർ? ടെമ്പററി ഓപ്പറേറ്റർ മോനെ. പണ്ടജാവൻ കാത്തിരിക്കായിരുന്നോടാ കട്ടിലൊഴിയെ. ഈ ടാങ്കിന്റെ പമ്പ് ഞാൻ തന്നെ ഇനി ഓപ്പറേറ്റ് ചെയ്യും. ഇന്ന് ഇപ്പൊ നീ ഇവിടെ സ്ഥലം വിട്ടോണം കേട്ടാ. വെള്ളം അടിച്ച് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലേ ഞാൻ പോലീസിനെ വിളിക്കും. പിന്നെ തന്നെ സസ്പെൻഷൻ ഉണ്ടല്ലോ, ഡിസ്മിസിലാവും. പോലീസിന്റെ അമ്മായപ്പനോ? നീ വിളിക്കൂടാ പോലീസിനെ? വിളിക്കും. നീ വിളിക്കൂടാ പോലീസിനെ? വിളിക്കും. എന്നാ വിളിക്ക്. ചുമ്മാ ഇത് എന്ത് ഏർപ്പാടായത്? സർക്കസാണോ അതോ റെക്കോർഡ് ഡാൻസോ? സർക്കസാ. കോമാളി, നീലകോമാളി. കോമാളി? ഇതേത് സർക്കസാ? ജെമിനി സർക്കസാണോ റൈവൻ സർക്കസാണോ കോമാളി? കോമാളി മനസ്സിലായില്ലേ? ഓ മലയാളി അല്ലേ? യഹി സർക്കസ് കോൺ ഹൈ കോമാളി? കോമാളി जोकर्स, ये सर्कस है तू जोकर्स है. मुझे जोकर बोला? साला ये पागल है, ऐसे ही लगता है. എടി മാലിനി, പുളിയിലായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്ക്. ഇന്ന് ആരെടുത്തുന്നാണാവോ? എന്താ പറ്റിയത്? കുമാരൻ ആരാ നീ ചെറ്റകൾക്ക് അറിയില്ല. എന്നെ തല്ലിട്ട് ഈ പൊന്നാരി മംഗലത്ത് സർക്കസ് നടത്തുന്ന എനിക്കൊന്ന്. അയ്യോ കുമാരേട്ടാ, അത് സർക്കസുകാരല്ല, പട്ടാളക്കാൻ വന്നതാ. ആരാണ് ഇവിടെ ഹിന്ദി പറഞ്ഞത്? ഞാൻ മന്ത്രിയെ കാണാൻ പോയ തക്കത്തിന് പട്ടാളക്കാർ നരിങ്ങിയ ഇവിടെ. ആരാണ് ഇതിന്റെ ഹിന്ദി പഠിപ്പിച്ചോ? അതിനിവിടെ ആര് ഹിന്ദി പറഞ്ഞാ കേട്ടില്ലേ? ഈ പീസ് അച്ചാച്ചാന്ന് പറഞ്ഞ. അയ്യോ, അത് മലയാളത്തിൽ അച്ചാന്ന് വിളിച്ചത്. ഇനി മലയാളത്തിൽ എന്നല്ല ഒരു ഭാഷയിൽ ഇവിടെ ഹിന്ദി കേട്ടു പോകരുത്. ഈശ്വര, ഈ മനുഷ്യൻ വന്നു തുടങ്ങി. അതെ, നമ്മളെല്ലാരും കൂടെ പോണോ? സംഗതി പട്ടാളോടെ. നീ ധൈര്യമായിട്ട് വാ പുഷ്കു. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഇത് അങ്ങനെ വിടാൻ പറ്റോ? ഇന്ന് സുഗുന പൊക്കി, നാളെ നമ്മളെ പൊക്കിൽ എന്താ ഉറപ്പ്? ഇവനാ ഇങ്ങോട്ട് പാടോ. ഞാനാ. താനാണ് ഇവിടുത്തെ നേതാവല്ലേ? അങ്ങനെയൊന്നുമില്ല. കേരളത്തിലും കേന്ദ്രത്തിലും ചെറിയൊരു പിടി. അതും വെച്ചിട്ട് വെള്ളത്തിലെടുത്താലുണ്ടല്ലോ, തന്റെ കേന്ദ്രവും സ്റ്റേറ്റും കൂടെ ഞാൻ ഒന്നാക്കിക്കളയും. മനസ്സിലായോ? സാറ് പറഞ്ഞു കേട്ടില്ലേ? എല്ലാരും മാറുന്നേടാ. സാറ് പോയട്ടെ, എല്ലാരും പാവത്തന്മാരാണ്. നീന്താടാ കുഞ്ഞായിട്ട് നിൽക്കണേ? പട്ടാളക്കാരൻ നിന്നെ പീഡിപ്പിച്ചോ? പീഡിപ്പിച്ചൊന്നുമില്ല, ഒന്ന് പേടിപ്പിച്ചു. നമ്മള് കരുതിയിരുന്ന പോലെ കുഴപ്പക്കാരനൊന്നല്ലെന്നേ. ഞാനിത് എത്ര കണ്ടതാ ഡൽഹിയില്. ഇന്ത്യ ഗേറ്റ് തൊട്ട് തോക്കും കുത്തിപ്പിടിച്ച് നിൽക്കുന്നത് മുഴുവൻ യുവമാരല്ലേ. എന്നാലും ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. എന്നും ഇങ്ങനെ ജീവനോടെ തിരിച്ചു വരണമെന്നില്ല. ഓരോ ജീവൻ രക്ഷാ പോളിസി എടുത്താൽ അവരവരുടെ കുടുംബത്തിന് ഉപകരിക്കും. മയ്യത്തും കാര്യമില്ല ഓന്റെ ഒരു ബിരിയാണി കച്ചവടം, അതിന്റെ ഒരു പോളിസി. അണ്ണനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. അന്ന് RAF-ലേക്ക് ഡെപ്യൂട്ടേഷൻ എഴുതി കൊടുത്തപ്പോഴേ പറഞ്ഞല്ലേ ഞാൻ ഇങ്ങോട്ടില്ലാന്ന്. അവിടെ ബോർഡറിലാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ട് കഴിയായിരുന്നു. വരണ വഴിക്ക് എന്തിനാ എന്റെ ലിക്കർ കോട്ട സ്റ്റോപ്പ് ചെയ്ത്? അതോ, ഞാനും കൂടെ അവിടെ ഇല്ല. നീ റമ്മി കുളിക്കുമെന്ന് അറിയാവുന്നോണ്ടാ ഞാൻ നിന്റെ അപ്പത്തിന് വാക്ക് കൊടുത്തിട്ടുള്ളത് എന്റെ കുടി കൺട്രോൾ ചെയ്തോളാം. അത് ശരി. ലിക്കർ കോട്ടയില്ലെങ്കിൽ ഞാൻ അവിടെ ഫ്രണ്ട്സും കമ്പനിയായിട്ട് ലാവിഷായിട്ട് കഴിയായിരുന്നു. സ്പെഷ്യൽ റിക്വസ്റ്റ് എഴുതി കൊടുത്തിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിനാ? പച്ചക്കറി ആക്കാനോ? നിനക്ക് അവിടെ ഫ്രണ്ട്സും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടല്ലോ. എനിക്കിവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലേ? പൊയ്ക്കോ, ഞാൻ റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്തോളാം. അതല്ല അണ്ണാ, ഇത്രയും നല്ല ആൽക്കഹോളിക് വെതറുള്ള സ്ഥലത്ത് വൈകുന്നേരം ആ കുളി കഴിഞ്ഞിട്ട് ആ കുപ്പി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് 4 എണ്ണ ഒഴിച്ച് ഗ്ലഞ്ചം അടിച്ചിട്ട് ആ വാച്ച് ടവറിന്റെ മോളിൽ കയറി ഇരുന്നാണ്ടല്ലോ, എനിക്ക് കൊതിയായിട്ട് പാടില്ല. എന്നിട്ട് വേണം എന്റെ മോളിൽ താഴോട്ട് വീഴാൻ. ഇതാ പറഞ്ഞത് ശരിയാവില്ലെന്ന്. ഒരു കാലത്തും ശരിയാവില്ല. ടവറിന്റെ മുകളിൽ ഇരിക്കില്ല, ഗ്രൗണ്ടിൽ ഇരിക്കാലോ. അണ്ണാ പ്ലീസ്, ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കില്ല. കർത്താവാണ് സത്യം. വേണമെങ്കിൽ എന്റെ കോട്ടയിൽ നിന്ന് 2 പേർക്ക് തരാം. 2 എണ്ണം കിട്ടിയിട്ട് എന്താണ് നാവ് കാണിക്കാനാണ്? പൊയ്ക്കോ. 3 എണ്ണം. ഒഴി. ചേട്ടാ, ആ വലിയ കുപ്പി.
അത് ഒരു 200 രൂപ എടുത്തേ. ഗോപാൽജി ഒരു 20 രൂപ കുറവുണ്ട്. അടുത്തവണ അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, കടമൊക്കെ അങ്ങ് ബാറിൽ പറഞ്ഞാൽ മതി കേട്ടാ. എടാ, നിന്റെ ഒക്കെ പ്രായത്തില് ചൂടും തണുപ്പും സഹിച്ച് അതിർത്തിയിൽ ഉറക്കമൊഴിച്ച് കിടന്നതിന് കിട്ടണതാ ഈ മിലിറ്ററി കോട്ട. അതിലേ മണ്ണിട്ടിളക്കരുത് കേട്ടാ. അടുത്ത തവണ ശരിയാക്കും ഗോപാൽജി. നിന്റെ പാട്ട് പോടാ. രാജ്യം കൊടുക്ക. അയ്യോ അയ്യോന്നോ? അയ്യോ ഗോപാൽജി മതി. ആ, ഒരു 20 രൂപയ്ക്കുള്ള ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു കടവില്ല. അയ്യോ ഈ കറവക്കാരൻ നാരായണന്റെ വീട് എവിടെയാ? കറവക്കാരൻ ആരാണോ? ആ. ഓ, നമ്മുടെ വെളിച്ചപ്പാട്. അയാളിപ്പോ വീട്ടിൽ കാണൂല, അമ്പലത്തിൽ കാണും. അമ്പലത്തിലോട്ട് ജാവോ, സീതാ ജാവോ, സീതാ ജാവോ. താങ്ക് യു. കുറെ നാളായിട്ട് മുങ്ങി നടക്കായിരുന്നു അല്ലേ? 2-3 മാസം പാലിന്റെ കാശ് കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കിട്ടിയ അമ്മയ്ക്ക് സന്തോഷാവും. അമ്മേ ഭഗവതി. എന്താണ് പട്ടാളം അമ്പലത്തില്? തെരഞ്ഞു നടന്ന് കാണാനിട്ട് ഇങ്ങോട്ട് വന്നത്. എന്തിന്? പട്ടാള ക്യാമ്പിലേക്ക് പാല് വേണം, അത് പറയാൻ വേണ്ടിയാ വന്നത്. അത് ശരി. എന്നാ പൊക്കോളൂ, വഴിയുണ്ടാക്കാം. അമ്മേ വഴിയുണ്ടാക്കാം. ദേവി രക്ഷപ്പെട്ടു. സോ സാൽ പെഹലെ പട്ടാള പട്ടികളെ ആരാണ് അവിടെ ഓലിയിടുന്നത്? ചെറ്റൻ താറയാണ് അപ്പുറത്ത്. ഗായകൻ വെട്ടത്തോട്ട് ഇറങ്ങി വാടാ. ഇറങ്ങി വരില്ലേടാ ഗായക. വേണ്ട, അവിടെ തന്നെ നിന്നോ. ഈ കുമാരന് ഉന്നം ഉണ്ടോന്ന് കാണിച്ചു തരാം. പെണ്ണുങ്ങൾക്ക് മാനം മര്യാദ ജീവിക്കാൻ സാധിക്കില്ല. ഇറങ്ങി വാടാ ചെറ്റ ഗായക മോനെ. വരുന്നുണ്ടോ? എടീ, നീ എന്നെ ഒരുപാട് കൺട്രോൾ ചെയ്യരുത് കേട്ടോ. നീ വളരെ ഇന്ന് എനിക്ക് 2 ലോന്ന് അറിയണം. എടാ പട്ടാള പട്ടികളെ, അകത്തേക്ക് വരാൻ. ഞാൻ ഇത് കൂടി ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ലാസ്റ്റ് ബോൾ. ഈശ്വരാ, ഇത് എന്തൊരു മാറ്റാടാ ഇത്. കേറാൻ. എന്താ നുഴഞ്ഞു കയറാൻ പഠിപ്പിക്കരുത്. നുഴഞ്ഞു കയറാൻ. ഏതവനാണ് എന്റെ വീടിന് ചുറ്റും ഒലിപ്പിച്ച് കിടക്കുന്നത്? ഓ, ഈ മനുഷ്യൻ രാവിലെ തന്നെ തുടങ്ങിയോ? ഇല്ലടി, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നേര് പറയടി, ആരാടി നിന്നെ കാണാൻ കൊച്ചുളുപ്പം കാലത്ത് പതുങ്ങി വന്നത്? അതോ രാത്രി നീ ഇവിടെ കിടത്തി ഒളിപ്പിച്ചവനോ? ദേ, അനാവശ്യം ഓ, പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ പറയുന്നതിനെ കുഴപ്പമുള്ളൂ. നിനക്ക് കഴിഞ്ഞാടി നടക്കാം. ഞാൻ വിറ്റായപ്പോ നീ ആ ജോത്സ്യം പണിക്കരോട് ശൃംഗരിക്കാൻ പോയില്ലടി ശീലാവതി. ഓ, എന്റെ മനുഷ്യ, ഈ കുട്ടികളെ ഓർത്തെങ്കിലും ഒന്ന് ഈ മിണ്ടാണ്ടിരിക്കേ. പിള്ളേരെ ഓർത്താണ് ഞാൻ നിന്നെ നിലത്തിട്ട് ചവിട്ടി അരക്കാത്ത ആസത്തെ. ആ, പണിക്കരെ കാണാൻ പോയത് സത്യ. അതെ, നിങ്ങളുടെ തലവര നേരെ ഒന്ന് പ്രശ്നം വെപ്പിക്കാനാ. എന്റെ തൊലവര നിന്റെ നേരെ. വീട്ടിൽ അടയ്ക്ക. അത് തന്നെ കൂടോത്രം. മനസ്സിലായി. എന്റെ തല പൊട്ടി തെറിപ്പിച്ച് നിനക്കും ആ പുളുന്താൻ പണിക്കർക്കും കൂടി ഇവിടെ സുഖമായി കഴിയാൻ അവൻ ചെയ്ത കൂടോത്രമല്ലേടി ഇത്? അയ്യോ, പോട്ടെ. ഉടുത്തൊരുങ്ങി ദേവമാണ് ബാഗം തൂക്കി മഹിളാ രത്നം. എവക്കൊണ്ടടി ദേശീയക്കാരോ അല്ലത് നിന്റെ ബാക്കി വിത്തല്ലേ? ദേ മനുഷ്യ, എന്നെ എന്ത് വേണേലും പറഞ്ഞു. അവളെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ഓ, അനിയത്തെ പറഞ്ഞപ്പോ അവക്കങ്ങ് കൊണ്ടു. രാവിലെ പിന്നെ അവള് തെണ്ട ഇറങ്ങുന്നത് എന്തിനാടി? ഓ, നിങ്ങളുടെ നാക്ക് പുഴുത്തു പോയി. അവള് തെണ്ടാൻ ഇറങ്ങണോണ്ടാ ഞാനും എന്റെ പിള്ളേരും പട്ടിണി കൂടാണ്ട് ഇവിടെ കഴിയണത്. ഒരു സർക്കാർ ജോലിക്കാരൻ അതെ. കുടിച്ച് കൂത്താടിയുള്ള ജോലിയും കളഞ്ഞ് കാശിന് ഗുണമില്ലാണ്ടായി. അതും പോരാഞ്ഞ് ബോധമില്ലാണ്ട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ എന്ത് ചെയ്യടി? മൂക്കി കയറ്റിക്കളയോ? എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ഞാൻ കുടിക്കും പെടുക്കും. നീ ആരടി ചോദിക്കാൻ? ഓ, സത്യം പറയടി, നീയും കൂടെ ചേർന്ന് നടത്തിയ കൂടോത്രമല്ലേടി ഇത്? ഇന്നത്തോടെ അവന്റെ കവടി നിരത്തി ഞാൻ നിർത്തും. വ്യാഴം മറിഞ്ഞിരിക്കാണ്. രോഗപ്രശ്ന. സമയം സൂക്ഷിക്കണം. കുംഭരാശിയാ. ഇവരാ പ്രശ്നം. ഇനി ആരാ പ്രശ്നം? ഒന്നും തോന്നരുത്, സുഖമില്ലാത്തോണ്ടാ. കണ്ടകശനി കൊണ്ടേ പോകുന്ന എന്റെ കണ്ടകശനി ഞാൻ കാണിച്ചനോട്. എന്താ കുമാരേട്ടത്?
കോഴിമുട്ടെ കൂടോത്രം ചെയ്യുമല്ലേടോ? ഭഗവതി എനിക്ക് അങ്ങനെ ഒരു വക അറിയില്ല. നന്നായിട്ട് വരയ്ക്കും അല്ലേ? എനിക്ക് വരയ്ക്കാനും അറിയില്ല. ചെയ്തതും പറഞ്ഞു നുണയും പറയുന്നോ? ഒരു മുട്ട കൊണ്ടൊന്നും തിരക്കുന്ന തലയല്ലടോ ഈ കുമാരൻ്റെത്. ഉപ്പേ അയ്യോ, ഇതുപോലൊരെണ്ണം ഉണ്ടായിട്ടും. പെൺപിള്ള, ഈ ജോത്സ്യർ എന്നത് അടക്കി നിർത്തിക്കോണം. പേരിലൊരു കൃഷ്ണൻ ഉണ്ടെന്ന് കരുതി 16,000 കെട്ടാനാണ് പൂതിയെങ്കിൽ ഇവന്റെ